Yes, good boys. Now I am unmuting everybody. നിങ്ങൾ എല്ലാവരും ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മക്കളെല്ലാവരും ഒരു 10-15 മിനിറ്റ് നേരം അടങ്ങി ഒന്നിരിക്കണം. അനങ്ങാൻ പാടില്ല ഇരുന്നിടത്ത്. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ. ഓക്കെ, റെഡിയാണോ? എല്ലാവരും ചെയറിലിരിക്കുക. All good boys sit in a place. റണി നേരിരിക്ക്. തലയിലൊന്നും കൈയൊന്നും വെക്കാൻ പാടില്ല. കൈയൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് സ്വസ്ഥമായിട്ടിരിക്കും. 15 മിനിറ്റ് നേരം മതി. ഞാനൊരു ടെക്നിക്ക് പഠിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് മെഡിറ്റേഷൻ പഠിപ്പിക്കും. എല്ലാവർക്കും മെഡിറ്റേഷൻ ഇഷ്ടമാണോ? ഇങ്ങനെ കൈപൊക്കെ. എല്ലാവർക്കും മെഡിറ്റേഷൻ ഇഷ്ടമാണോ? മെഡിറ്റേഷൻ ഒന്നുമില്ല, കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ മതി. ഇത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഒരു സെക്കൻഡ് ആയിട്ട് ഒരു കോൾ വരുന്നത്. ആദ്യം ഒരു ടെക്നിക്ക് പഠിപ്പിച്ച ഒരാങ്ങള്. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറയാവോ? ഇപ്പൊ കൺഫ്യൂഷൻ ആവും. അമ്മയെ പറയണോ അച്ഛനെ പറയണോ അല്ലേ? ഫ്രണ്ടിനെ പറയണോ? ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ പേര് പറയണോ? ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ പേര് പറയണോ? അയ്യോ, ആകെ കൺഫ്യൂഷൻ ആയിപ്പോ അല്ലേ? ഉണ്ടോ? പറയാൻ പറ്റും. നീ ക്ലാസ്സിൽ വരുന്നുണ്ട്. കൊച്ചു മിടുക്കി, അമ്മ പറഞ്ഞു കേട്ടതാ. എത്ര പേർക്ക് പറയാൻ പറ്റും? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു മിനിറ്റ്, പെട്ടെന്ന് പറ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ്? ഓരോളും പെട്ടെന്ന് പറഞ്ഞ ഉച്ചത്തിൽ പറഞ്ഞേ. പിന്നെ വേറെ അടുത്ത ആള് പറ. അടുത്ത ആൾ പെട്ടെന്ന് എല്ലാരും പറ. അച്ഛനെ. പിന്നെ അമ്മ. അമ്മ. പിന്നെ പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാണുന്ന ആളാരാ? സാറിനെയോ? നിങ്ങളെ മനസ്സിലോ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാ? അമ്മയെ, അച്ഛനെ അല്ലേ? എന്നാല് ഇന്ന് മുതൽ എന്റെ മക്കള് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരായിരിക്കണം എന്നറിയോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നെ തന്നെ ആയിരിക്കണം. അവനവനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റൂ കേട്ടോ. നിങ്ങൾക്ക് ബാക്കി എല്ലാവരും ഇഷ്ടല്ലേ? ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ നിങ്ങൾക്ക്? എല്ലാവരും ഇഷ്ടമാണ് അല്ലേ? അപ്പോ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയും. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടണ്ടേ? ആരോടും ദേഷ്യമൊന്നും കാണിക്കണ്ടല്ലോ. എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണം. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമല്ലോ. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടണം, ഇഷ്ടം ഉണ്ടാവണം. എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. അതല്ലേ രസം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്കിളിനെ ഇഷ്ടമല്ലേ? ഇല്ലേ? അങ്കിളിന് നിങ്ങളെ എല്ലാവരും ഇഷ്ടമാണ്, ആണല്ലോ. അപ്പൊ അതാണ് അങ്കിളിനെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അങ്കിള് പറയും അങ്കിളിനെയാണ് അങ്കിളിന് ഇഷ്ടം എന്ന് പറയും. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കെല്ലാവരും ഇഷ്ടമാണ്. മനസ്സിലായോ ഇത്? ആയോ? അപ്പൊ എല്ലാവരും വെള്ളം എടുത്തോളൂ. എന്നിട്ട് വെള്ളം കയ്യിൽ പിടിച്ചിട്ട് പറയണം. ഈ വെള്ളം എന്താണ്? വെള്ളത്തിൽ എന്താ കാണുക? വെള്ളത്തിലേക്ക് നോക്കിയാൽ ആരെയാ കാണാൻ പറ്റുക? സാധാരണ വെള്ളത്തിലേക്ക് നോക്കിയാൽ ആരെ കാണാൻ പറ്റുക? അവനവനെ തന്നെയല്ലേ വെള്ളത്തിൽ കാണാൻ പറ്റുക. എന്നെയല്ലേ കാണാൻ പറ്റൂ എനിക്ക് വെള്ളത്തിൽ, എന്റെ വെള്ളത്തില്. അപ്പൊ ഞാൻ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും എന്നിലേക്ക് ഈ വെള്ളം പോകുമ്പോൾ ഞാൻ തന്നെയാണ് ഉള്ളിലേക്ക് പോകുന്നത് അല്ലെ? ഇവിടെ ഈ വെള്ളത്തിൽ ചിലപ്പോൾ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നമ്മളെ കാണാൻ പറ്റില്ല. കാരണം മറ്റു വെളിച്ചമുള്ളതുകൊണ്ട്. നിങ്ങൾ പുറത്തു പോയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അതിൽ പോയിട്ട് നിങ്ങൾ മുഖം നോക്കിക്കഴിഞ്ഞാൽ ആരെ കാണാൻ പറ്റും? നിങ്ങളുടെ മുഖം കാണാൻ പറ്റില്ലേ? ഒരു വാട്ടർ ടാങ്കിൽ പോയി നോക്കിയാൽ നിങ്ങളുടെ മുഖം കാണാൻ പറ്റില്ലേ? ഒരു നദിയിൽ പോയി നോക്കിയാൽ നിങ്ങളുടെ മുഖം കാണാൻ പറ്റില്ലേ? അല്ലേ? ഒരു കിണറിപ്പം നമുക്ക് താഴെ ആയതുകൊണ്ട് നോക്കാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വെള്ളം, വലിയ വെള്ളം കൂടി നിൽക്കുന്നിടത്ത് പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളല്ലേ ആ വെള്ളത്തിൽ കാണാൻ പറ്റുള്ളൂ. കണ്ണാടി പോലെ കാണൂലേ?
അതേപോലെ കണ്ണാടി പോലെയാണ് ഗ്ലാസ്സിൽ കാണുന്നതെന്ന് മനസ്സിലാക്കിയത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണില്ല, കാരണം പുറത്ത് ലൈറ്റ് ഉള്ളത് കൊണ്ട് കാണില്ല. പുറത്തു പോയി നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മളെ തന്നെ നോക്കിയിട്ട് നമ്മളെ ഞാൻ സ്നേഹത്തോടെ കുടിച്ചാലോ, നമ്മുടെ അകത്തോട്ട് നമ്മൾ തന്നെ പോകൂലേ? അപ്പൊ നമ്മൾ സ്നേഹത്തോടു കൂടി ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് വെള്ളം എല്ലാരും കുടിച്ചേ. ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് കുടിച്ചേ. എല്ലാരും കുടിച്ചേ. ഫുള്ള് കുടിക്കണം, ഫുള്ളായിട്ട് കുടിക്കണം, ഒട്ടും ബാക്കി വെച്ചുകൂടാ. വെള്ളം ഫുള്ള് കുടിക്കണം. യെസ്, വെരി ഗുഡ് ബദ്രിനാഥ്. അങ്ങനെ ഒറ്റ കുടിയാണ്. നീ അച്ഛൻ കുടിക്കുന്ന കണ്ടിട്ടുണ്ടോടാ എപ്പോഴും? അച്ഛൻ അങ്ങനെ ഒറ്റ കുടിയാ അങ്ങനെ ആക്കുന്നുണ്ടോ വീട്ടില്? ഇല്ലല്ല. ഗുഡ് ബോയ്. യെസ്, ഞാൻ രാവിലെ എന്നും കുടിക്കലുണ്ട്. രാവിലെയും കുടിക്കണം, വൈകിട്ടും കുടിക്കണം, എപ്പോഴും കുടിക്കണം കേട്ടോ. എല്ലാവരും കുടിച്ചല്ലോ. ഇനി കണ്ണടച്ചിരിക്കുക, നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം. ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്. കണ്ണുകളെല്ലാം അടക്കൂ. രണ്ട് കണ്ണുകളും രണ്ട് കാതുകളും ഒരു നാവും ഒരു വായും അടച്ചു വെക്കണം. ഓക്കെ, സ്വസ്ഥമായിരിക്കുക. റിലാക്സ്. കണ്ണുകൾ അടക്കണം. അടക്കി ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് കണ്ണടച്ച്. പ്രണവ്, അഭി, കണ്ണടക്ക്. ഒന്നുമില്ല, ഇവിടെ ഒന്നും കാണാനില്ല. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. കണ്ണ് തുറന്നാൽ ഞാൻ കണ്ടുപിടിക്കും. ക്ലോസ് യുവർ ഐസ്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കും മക്കളെ. മൂക്കിലൂടെ ശ്വാസം അകത്തോട്ട് പോകുന്നത് ശരിക്കും അറിയട്ടെ. എവറിബഡി ഡു ദാറ്റ്. എല്ലാവരും ചെയ്യും. മൂക്കിലൂടെ ശ്വാസം അകത്തോട്ട് വലിച്ചെടുക്കൂ. അപ്പൊ നിങ്ങളുടെ ശ്വാസകോശം വികസിക്കുന്നതും വയറ് വികസിക്കുന്നതും അറിയുക. മാക്സിമം ശ്വാസം എത്ര വലിക്കാൻ പറ്റും അത്രയും വലിച്ചെടുക്കും. പതുക്കെ എല്ലാവരും ഡു ഇറ്റ്. പതുക്കെ ശ്വാസം മാക്സിമം വലിച്ച് വയറ് നിറയെ. വയറിങ്ങനെ പൊങ്ങി വരട്ടെ. നിങ്ങൾ എല്ലാവരും വയറിങ്ങനെ മാക്സിമം പൊങ്ങി വരട്ടെ കേട്ടോ. അകത്തോട്ട് വലിക്കുമ്പോ, ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ വയറിങ്ങനെ പൊങ്ങി വരണം. അതേപോലെ ശ്വാസം വിട്ടു പുറത്തോട്ട്. ശ്വാസം വിടുമ്പോ വയറ് താഴ്ന്നു പോണം. വീണ്ടും ശ്വാസം എടുക്കുക, വയറ് പൊങ്ങും. ശ്വാസം വിടുമ്പോ വയറ് താഴും. കുറേ പ്രാവശ്യം ചെയ്യൂ. ദീർഘമായ ശ്വാസം എടുത്ത് പതുക്കെ വിടുക കേട്ടോ. ഒന്നുകൂടി നോക്കട്ടെ. ഇനി പതുക്കെ നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ. കണ്ണടച്ച് അങ്ങനെ തന്നെ ഇരുന്നിട്ട് ശ്രദ്ധ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുപോവുക. രണ്ട് കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നോക്കണ്ട, മനസ്സുകൊണ്ട് അവിടെ കൊണ്ടുപോയാൽ മതി. ആ ഭാഗം ഒന്ന് റിലാക്സ് ആവുന്ന പോലെ തോന്നട്ടെ. ഇനി ഇരു കാലിലെ മസിൽസുകളിലേക്ക്, കാൽപാദത്തിന്റെ മുകളിൽ മുട്ടിന് താഴെയുള്ള ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെയും റിലാക്സ് ആവട്ടെ. ഇനി നിങ്ങളുടെ ഇരു തുടകളിലേക്ക് ശ്രദ്ധിക്കുക. ആ ഇരു തുടകളും റിലാക്സ് ആവട്ടെ. കൈ തൊടണ്ട, കൈ അവിടെ തന്നെ വെച്ചോ. കൈ ഒരു സ്ഥലത്ത് തന്നെ വെച്ചോ. ഇരു തുടകളും റിലാക്സ്. മനസ്സുകൊണ്ട് മാത്രം പോയാൽ മതി. ഇനി വയറ്റിലേക്ക് ശ്രദ്ധിക്കുക. വയറിൽ കഴിച്ച ഭക്ഷണവും ഒക്കെ ദഹിച്ച അവസ്ഥയെ പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. അവിടെയും റിലാക്സ് ആവട്ടെ. കൈവിരലുകളിലേക്ക് ശ്രദ്ധിക്കുക. അവിടെയും റിലാക്സ് ആവട്ടെ. ഓൾ ഫിംഗേഴ്സ് ഗെറ്റിംഗ് റിലാക്സ്ഡ്. നമ്മുടെ മുഴുവൻ കൈയും, ഓൾ ഹാൻഡ്സ് ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ്. നമ്മുടെ ഇരു കൈകളും റിലാക്സ് ആകുന്നു.
ഷോൾഡറിലേക്ക് ശ്രദ്ധിക്കുക. പ്രണവ്, സിറ്റ് പ്രോപ്പർലി. ഷോൾഡറിലേക്ക് ശ്രദ്ധിക്കുക. ഷോൾഡർ റിലാക്സ് ആവുന്നതും ഏതോ ഒരു ഭാരം നിങ്ങളുടെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നും. നെറ്റിയിലേക്ക് ശ്രദ്ധിക്കുക. നെറ്റിയും മുഖവും ഫുള്ള് റിലാക്സ് ആവുന്നത് ശ്രദ്ധിക്കുക. റിലാക്സ് ആവട്ടെ. ശരീരം മുഴുവൻ അങ്ങനെ ശ്രദ്ധിച്ച് റിലാക്സ് ആവട്ടെ. റിലാക്സ് ആയിട്ടിരിക്കൂ. മുഴുവനായി റിലാക്സ് ആയിട്ട് അവിടെ ഇരിക്കും. നല്ല മനോഹരമായ ആ പുല്ലാങ്കുഴൽ സംഗീതം കേട്ട് ആസ്വദിച്ച് അവിടെ ഇരിക്കൂ. മനോഹരമായി റിലാക്സ് ആയിരിക്കുന്നു. നിങ്ങൾ പതുക്കെ തിരിച്ചു വരാം. എല്ലാവരും പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഹാപ്പി അല്ലേ? പുഞ്ചിരിക്കൂ. നല്ലൊരു ചിരി വരട്ടെ. നല്ലൊരു ചിരി വരട്ടെ. ചിരി വരണം, ചിരി വരണം, ചിരി വരണം. ഉറപ്പായിട്ടും വരണം. യെസ്, ഗുഡ് ചിൽഡ്രൻസ്. അപ്പോ നമുക്കിന്ന് ഇല്ലേ, ഗുഡ് ആയില്ലേ? നല്ല രസമായില്ലേ? എല്ലാ ദിവസവും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. പതുക്കെ പഠിക്കാം നമുക്ക് കേട്ടോ. എന്താ ക്ലാസ് എന്താ എടുക്കേണ്ടത് നിങ്ങൾക്ക്? യെസ്, ടീച്ചർ ആതിര ടീച്ചർ നിങ്ങൾ ക്ലാസ് എടുക്കും. ഗായത്രി ടീച്ചർ ക്ലാസ് എടുക്കും അല്ലേ? അവരെടുക്കട്ടെ അല്ലേ? അങ്കിൾ നിങ്ങളെ കൂടെ ഇരുന്ന് പഠിക്കാം. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അവർ ക്ലാസ് എടുക്കട്ടെ കേട്ടോ. അല്ല, അങ്കിൾ പഠിപ്പിക്കണോ? എന്താ ചെയ്യണ്ടേ? അങ്കിൾ പഠിപ്പിക്കണോ? ടീച്ചർമാർ പഠിപ്പിക്കണോ?
ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ എല്ലാവരും. സാറ് പഠിപ്പിക്കണം. ഗാഥ ടീച്ചർ പഠിപ്പിക്കും, അതുപോലെ തന്നെ ഗായത്രി ടീച്ചർ പഠിപ്പിക്കും കേട്ടോ. ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ബുക്ക് ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കൂടെ തന്നെ എഴുതാൻ പെന്നും ഉണ്ട്, ബുക്കും ഉണ്ട്. നിങ്ങൾ എഴുതുന്ന പോലെ ഞാൻ എഴുതി വെക്കാം. ഓക്കെ, റൈറ്റ്. അതിന് ഓവർ ടു യു. ക്ലാസ് ആയിട്ട് എടുക്കണോ സാർ? അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളിവിടെ ഒരു മുത്തശ്ശന്റെ ബർത്ത്ഡേ ഉണ്ട്. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എല്ലാവർക്കും. നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഇതിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ എല്ലാവരും ഒരു മുത്തച്ഛൻ എല്ലാവരും മുത്തച്ഛൻ അങ്കിള് എന്താ പറയാ, മുത്തച്ഛൻ എന്താ വിളിക്കുക? നിങ്ങളെങ്ങനെ വിളിക്കുക? അച്ചാച്ചന്റെ ഒരു ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യല്ലേ ബർത്ത്ഡേ? എല്ലാവരും വിഷ് ചെയ്തേ. Come on, wish everybody. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. എന്റെ പിള്ളേരെ ശബ്ദമില്ല. ഉറക്കെ പറയണം. ഉറക്കെ വേണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. വെരി ഗുഡ്. Happy birthday to you. Happy birthday to you. Thank you. Happy birthday, Achacha. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു. അപ്പോ ക്ലാസ് എടുക്കാം ടീച്ചർ കേട്ടോ. എടുത്തോളൂ. ഗുഡ് ഈവനിങ്. Good evening, teacher. Good evening, teacher. എന്ത് ക്ലാസ് ആണ് വേണ്ടത് എല്ലാവർക്കും? സ്കൂളിൽ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല ആണോ വേണ്ടത്? രസകരമായ ഒരു കഥയിലൂടെ നമുക്ക് പോയാലോ? ഇഷ്ടമാണോ കഥ? എല്ലാവർക്കും ഇഷ്ടമാണോ കഥ? എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ആഹാ, എല്ലാവരും അത് വീഡിയോ ഓണാക്കണേ. എല്ലാരും ടീച്ചറിനെ കാണണ്ടേ? എല്ലാവരും ഓണാക്കിയേ. ഗുഡ് ഗുഡ് ഗുഡ്. നല്ല കുട്ടികളാണ് എല്ലാവരും. അപ്പൊ നിങ്ങൾ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് സൺഡേ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നോ? ഞായറാഴ്ച വീട്ടിലുണ്ടായിരുന്നോ? കുറച്ച് താഴ്ത്തി അങ്ങനെ പിടിച്ചാൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ആത്മീയ കുട്ടിയോട് ചോദിക്കട്ടെ. ആത്മീയ കുട്ടിക്ക് ഇന്ന് രാവിലെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം പറഞ്ഞോ. എന്താ മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം? അമ്മായിന്റെ അമ്മായിന്റെ മോന് വിരുന്ന് വന്നിരുന്നു. മോൻ വിരുന്നിന് വന്നോ? ആഹാ, ഗൾഫിൽ നിന്ന് വന്ന ആത്മീയ കുട്ടിക്ക് അതാണ് സന്തോഷം ഉണ്ടാക്കിയ കാര്യം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടല്ലോ. സന്തോഷം കാണുന്ന എല്ലാ നിമിഷങ്ങളും ഉണ്ടാവും. എന്നാല് ഞാനൊരു ചെറിയൊരു കഥ പറയാം കേട്ടോ. ലിയോ ടോൾസ്റ്റോയ് എന്ന് കേട്ടിട്ടുണ്ടോ? ലിയോ ടോൾസ്റ്റോയ് കേട്ടിട്ടുണ്ടോ എല്ലാരും? കേൾക്കാത്തവരുണ്ട് അല്ലെ? എന്നാൽ ലിയോ ടോൾസ്റ്റോയുടെ ഒരു രാജാവിന്റെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു രാജാവിന്റെ കഥ. ഒരു പ്രദേശത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ ഒരുപാട് രാജാവിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയുള്ള ജീവിതമായിരിക്കും രാജാവിന്? പറഞ്ഞേ. ബദരീനാഥ് പോയോ? ബദരീനാഥ് എവിടെ? ബദരീനാഥ് പറഞ്ഞേ. രാജാക്കന്മാരുടെ ജീവിതത്തിൽ എങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമല്ലേ? രാജാക്കന്മാരെല്ലാം നല്ല ആസ്വാദമായിട്ടുള്ള ജീവിതം. അവർക്ക് ആവശ്യത്തിന് കേൾക്കണില്ലേ? മൈക്ക് കുറച്ച് താഴ്ത്തി പിടിക്കും. അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെ വിളിച്ചാൽ അത് വിളിച്ചാൽ എക്കോ അടിക്കും. ക്ലിയർ ആവുന്നില്ല. കുഴപ്പമില്ല. അങ്ങനെ മൈക്ക് അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതായത് എന്താ പറഞ്ഞേ ടീച്ചർ? എന്താ പറഞ്ഞു നിർത്തിയേ? എല്ലാവർക്കും ശ്രദ്ധ വേണം കേട്ടോ. ടീച്ചർ എവിടെയാണ് നിർത്തിയെന്ന് ചോദിക്കുമ്പോ പറയണം. എവിടെ നിർത്തിയേ?
ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ലായിരുന്നു അല്ലേ? ക്ലിയർ ആയില്ലായിരുന്നു. നമുക്ക് നെറ്റിന്റെ ഒക്കെ ഇഷ്യൂസ് വരുന്നോണ്ടാ, ക്ലിയർ മൈക്കിന്റെ പ്രശ്നം. പോട്ടെ. നമുക്ക് ഏത് സാഹചര്യത്തിൽ നമ്മൾ ചെയ്യണ്ടേ, നമ്മളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു കഥ പറയാണ്, രാജാവിന്റെ കഥയാണ്. അപ്പൊ രാജാക്കന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം അല്ലെ, എല്ലാം. പക്ഷെ ഈ രാജാവിന്റെ ഒരു വിഷയം, ഈ രാജാവ് പറയാണ്, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സന്തോഷം കിട്ടാൻ എന്താണ് മാർഗം? എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഇതൊക്കെ ഈ രാജകൊട്ടാരത്തിലെ ജീവിതമൊന്നും എനിക്ക് സന്തോഷം തരുന്നില്ല, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, അതിനെന്താ വഴി എന്ന് ഇങ്ങനെ രാജാവ് ആലോചിക്കുക. രാജാവിന് സന്തോഷം കിട്ടുന്നില്ല എന്ന്. നമ്മളൊക്കെ വിശ്വസിക്കുമോ അത് കേട്ടാലേ? നമ്മൾ വിശ്വസിക്കുമോ അത് പറഞ്ഞാലേ? ഇല്ലല്ലോ, അല്ലേ? എല്ലാം റെസ്പോണ്ട് ചെയ്തോ, എല്ലാരും പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്യൂ, പ്രതികരിക്കും എല്ലാരും. ആ അപ്പൊ രാജഗുരു പറഞ്ഞു, രാജാവിന്റെ സന്തോഷം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? രാജാവിന് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ ഒരാളുടെ ഒരു ഷർട്ട്, ഡ്രസ്സ് ധരിച്ചാൽ മതി. അപ്പൊ ആ ആളുടെ സന്തോഷം രാജാവിന് കിട്ടുമെന്ന് പറഞ്ഞു. നല്ല ഐഡിയ അല്ലേ ഇത്? നല്ല ഐഡിയ അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? രാജാവിന്റെ ആജ്ഞപ്രകാരം എന്ത് ചെയ്തു? ഭടന്മാരെല്ലാം കൂടെ ലോകം മൊത്തം സഞ്ചരിച്ചു എന്ന് പറയാം. അതായത് വലിയ വലിയ പ്രമാണിമാരെ കണ്ടു, വലിയ വലിയ കച്ചവടക്കാരെ കണ്ടു. അങ്ങനെ ആ രാജ്യത്തുള്ള മിക്ക വൻകിട ആൾക്കാരെയും പോയി കണ്ടു. അതായത് ജന്മിമാരെയൊക്കെ പോയി കണ്ടു. നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് ഒന്ന് തരാവോ? അപ്പൊ നമുക്ക് രാജാവിന് കൊടുക്കാനാണ്, സന്തോഷമുള്ള ആൾക്കാരല്ലേ നിങ്ങളെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞു എന്താ? അയ്യോ, ഞങ്ങള് പണമൊക്കെ ഉണ്ട്, നമുക്ക് ഇത്രയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സ് തരാൻ കഴിയില്ല, ഞങ്ങൾ അത്രത്തോളം ഹാപ്പി അല്ല എന്ന് പറഞ്ഞു. ആരും ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനെയും കാണാൻ അവർക്ക് പറ്റിയില്ല. അപ്പൊ ലാസ്റ്റ് അവസാനം ഭടന്മാരെല്ലാം എന്ത് ചെയ്തു? ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഒരു കർഷകന്റെ അടുത്തെത്തി. പാവപ്പെട്ട ഒരു കർഷകൻ അവിടെ എങ്ങനെ ഇരിക്കുന്നു, വെയിലത്ത് എങ്ങനെ ഇരിക്കുക, വെയിലത്തിരിക്കുക കർഷകൻ. കർഷകൻ എന്താ ചെയ്യാ? കർഷകൻ എന്തൊക്കെയാ ചെയ്യാ? കൃഷി ചെയ്യും അല്ലേ? കൃഷി ചെയ്യല്ലേ? കേൾക്കുന്നില്ലേ? ആരും കേൾക്കുന്നില്ലേ? കേൾക്കാം കർഷകൻ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കും അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ കർഷകൻ കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ തളർന്നിരിക്കുക ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ രാജഭടന്മാര് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴ് എന്തായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക? ആ കർഷകൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് വലിയ സമ്പത്തും വലിയതൊന്നുമില്ല, വലിയ സമ്പത്തോ അല്ലെങ്കിൽ രാജാക്കിനെ പോലെ അത്ര ആർഭാടങ്ങളോ ഒന്നുമില്ല, പക്ഷെ ഞാൻ തന്നെ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ തന്നെ അധ്വാനിച്ച് ഞാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷം കണ്ടെത്തുന്നുണ്ട്, ഉള്ളതിൽ സന്തോഷിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഉള്ളതിൽ സന്തോഷിക്കണം അല്ലെ? ആ കർഷകന്റെ അഭിപ്രായം കേട്ടോ. എനിക്ക് എന്താണ്? രാജാവിനെ പോലെ വലിയ രാജകൊട്ടാരമോ ഒന്നുമില്ല, പക്ഷെ എനിക്ക് എന്റെ കുടുംബം, എന്റെ കുട്ടികൾ, ഞാൻ, അതുപോലെ എന്റെ ഭാര്യ, നമ്മളെല്ലാം അടങ്ങുന്ന നല്ലൊരു കുടുംബമുണ്ട് എനിക്ക്. ആ കുടുംബത്തിൽ ഞാൻ സന്തോഷവാനാണ്. അപ്പൊ ഇത് കേട്ടപ്പോ രാജഭടന്മാർ നോക്കിയപ്പോ കർഷകൻ വേഷം വല്ലതും ഉണ്ടോ? കർഷകൻ ഏത് രീതിയിൽ അവിടെ ഇരുന്നേ? കൃഷി ചെയ്യാൻ പോകുന്ന കർഷകൻ വലിയ സ്യൂട്ടും പാൻസ് ഒക്കെ ഇട്ടാണോ പോകുന്നേ? അല്ലേ? അല്ല. കർഷകൻ എന്താണ്? ഒരു ബനിയൻ മാത്രം ധരിച്ചിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, എങ്കിൽ ആ ബനിയൻ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞെന്താണ്? നിങ്ങൾ രാജാവിനോട് പോയി പറയൂ, എന്താണ്? ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമ്മളും എന്ത് ചെയ്യാ? നമുക്കുള്ളതിൽ രാവിലെ നമ്മൾ എണീക്കുമ്പോ നമുക്ക് എന്താണ്? നല്ല ശുദ്ധമായ വായു കിട്ടുന്നു അല്ലേ? ശുദ്ധമായ വായു ശ്വസിക്കാൻ കഴിയുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മൾ നല്ലതുപോലെ രാവിലെ ആരോഗ്യത്തോടെ എണീക്കുന്നു. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷം കണ്ടെത്തും. അപ്പൊ നല്ലൊരു മോറൽ സ്റ്റോറി അല്ലായിരുന്നു ഇത്? അപ്പൊ രാജാവിന് എന്ത് മനസ്സിലായി? രാജാവിന് മനസ്സിലായി ഈ ആർഭാടങ്ങളിലൊക്കെ എന്താണ്? അതിലെല്ലാം നമുക്ക് സന്തോഷം. നമുക്ക് ദൈവം തരുന്ന ഓരോ കഴിവുകൾ അല്ലെ, ഓരോ മേഖലയിൽ നമുക്ക് തരുന്ന കഴിവുകൾ, നമുക്ക് പഠിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ആ കഴിവ് നമ്മൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളും ഇതുപോലെ നിരീക്ഷണത്തിലൂടെയും അതുപോലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിലൂടെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുകയാണ് വേണ്ടത്. മിടുക്കരല്ലേ എല്ലാവരും? എല്ലാവരും അംഗീകരിച്ചോ? എല്ലാ കുട്ടികളും ഒക്കെയാണോ? എല്ലാരും ഒക്കെയാണ്. അപ്പൊ എന്ത് മോറലാ ടീച്ചർ പഠിച്ചു തന്നേ? എന്താ ഒരു മോറലിൽ നിന്നും പഠിച്ചെന്താണ്? നമുക്ക് ഉള്ളതിൽ നമ്മൾ സന്തോഷിക്കണം. ഓക്കെ, എല്ലാവരും എഗ്രി ചെയ്തോ? എഗ്രി ചെയ്തു. എഗ്രി ചെയ്തു. മിടുക്കരാണ് എല്ലാരും. അപ്പൊ എല്ലാവരും ഇനി ഓരോരുത്തരായിട്ട് പറഞ്ഞേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് സന്തോഷമുള്ളതെന്ന് ഒന്ന് പറഞ്ഞേ.
ആരൊക്കെയാ പേരൊന്ന് പറഞ്ഞേ. മിടുക്കനായിട്ടുള്ള ആരാ? മിടുക്കനായിട്ടുള്ള എല്ലാവരും മിടുക്കനാണ്. പക്ഷേ ആദ്യം പറയുന്ന ആരാ നോക്കട്ടെ. ഇനിയിപ്പോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് സന്തോഷമുള്ളത്? ആരൊക്കെ ആൻസർ പറയാ? എനിക്ക് ആരൊക്കെ? വീടുണ്ട്, ആ അച്ഛനും അമ്മയുണ്ട്, അച്ഛനുണ്ട്. എനിക്ക് അച്ഛനുണ്ട്. പിന്നെ രണ്ട് ചേച്ചിമാരുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്. നല്ല രീതിയിൽ ചേച്ചിമാരുണ്ട്. സ്നേഹിക്കാൻ പറ്റിയ രണ്ട് ചേച്ചിമാരുണ്ട്. ഓക്കെ. പിന്നെ വീടുണ്ട്, വീട്. വീടുണ്ട്, വീടുണ്ട്. മിടുക്കൻ വീടുണ്ട്. പിന്നെ കാറുണ്ട്. കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതൊക്കെ സന്തോഷം കണ്ട നമ്മൾ ഇല്ല ഇല്ല എന്ന് ഇനി പറയോ? നമ്മളെപ്പോഴും എന്ത് ചെയ്യാം? നമ്മൾ ഉള്ളതില് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുക വേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ഇപ്പൊ രാവിലെ എണീറ്റിട്ട് നീ കംപ്ലൈന്റ് പറയോ അമ്മയോട്? എനിക്ക് അതില്ല, എനിക്കിതില്ല, അവൻ അതുണ്ട് ഇതുണ്ടെന്ന് പറയോ? പറയോ? ആരും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് ഈ ജന്മം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തരുന്ന അച്ഛനും അമ്മയ്ക്കും നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും നമുക്ക് നന്ദി മനസ്സിൽ പറയണം. ഇപ്പൊ സാറിന്റെ മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾ എല്ലാം എന്താ ചെയ്തേ? സാറിന്റെ മെഡിറ്റേഷൻ സമയത്ത് എന്താ ചെയ്തേ? നിങ്ങളെല്ലാം സ്വയം അല്ലേ? സ്വയം നിങ്ങളിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമുക്കുള്ള കഴിവുകൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല കഴിവുകളിൽ നമ്മൾ എന്ത് ചെയ്യാം? എപ്പോഴും അതിൽ നമ്മൾ തൃപ്തരാവുക. ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. എല്ലാവർക്കും ഇഷ്ടായോ? കഥ എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായി. മിടുക്കരാണ്. അപ്പൊ അതായിരുന്നു ഇന്നത്തെ കഥ. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു. ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന എല്ലാവരും മിണ്ടാതെ ബഹളം വയ്ക്കാതെ കേട്ടോണ്ടിരുന്നല്ലോ. എല്ലാരും സൂപ്പറാണല്ലോ. എല്ലാരും സൂപ്പറാ. എല്ലാം ഹാപ്പി ആൻഡ് റെഡി കിഡ്സുകളാ. ഹാപ്പി ആൻഡ് റെഡി, എപ്പോഴും ഹാപ്പി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ. സർ. വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു സർ.